ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത്. ഇന്ന് പുലർച്ചെ ആയിരുന്നു അത്. ഇന്ന് പുലർച്ചെ 2 മണി മുതൽ മ്യാൻമാർ അതിർത്തിക്കുള്ളിൽ കടന്ന സാങ്ഹയിലുള്ള ഉൾഫ ഭീകരവാദ ക്യാമ്പുകളാണ് ഇന്ത്യൻ സൈന്യം തകർത്തിരിക്കുന്നത്. ഈ വിവരം പുറംലോകത്തെ അറിയിച്ചത് ഈ ഉൾഫ സംഘടനയുടെ തന്നെ പരേഷ് ബറൂഖ എന്ന് പറയുന്ന നേതാവാണ്. ഈ പരേഷ് ബറൂഖ പറയുന്നത് ഇന്ന് പുലർച്ചെ 2 മണി മുതൽ 4 മണി വരെ ആയിരുന്നു തുടർച്ചയായ ആക്രമണം. ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. ഇസ്രായേലിന്റെയും ഫ്രാൻസിന്റെയും ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നത്. ഒപ്പം തന്നെ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ ഇടങ്ങളിലുള്ള മ്യാൻമാറിന്റെ ബോർഡറായ പാങ്സോ മേഖലയിൽ തുടർച്ചയായിട്ടുള്ള ആക്രമണവും ഇന്ത്യ നടത്തുകയുണ്ടായി. 19 പേർ ഗുരുതരമായി പരിക്കേറ്റു. ഒരു കമാൻഡർ അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തു വരുന്നു. ഇതിൽ കൊല്ലപ്പെട്ട നയൻ അസാം എന്ന് പറയുന്ന ഭീകരന്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോഴായിരുന്നു അടുത്ത ആക്രമണം. ആ ശവസംസ്കാര ചടങ്ങിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി. അവിടെയാണ് കൂടുതൽ പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു മോഡൽ ഹിസ്ബുള്ളയുടെ നേർക്ക് നടത്തിയിരുന്നു. അവിടെയും ഈ ശവസംസ്കാര ചടങ്ങിനിടയിൽ പേജറും മറ്റും പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. പക്ഷേ ഇവിടെ പേജറല്ല, ഡ്രോണുകളാണ് എന്നൊരു വ്യത്യാസം മാത്രം. ഇത് മ്യാൻമാർ സൈന്യത്തെ അറിയിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ നീക്കം നടത്തിയത് എന്നുകൂടി ആണ് പുറത്തു വരുന്ന വിവരം. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഇന്ത്യൻ സേന നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടില്ല, അതിനെക്കുറിച്ച് അറിയില്ല എന്നൊക്കെയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിലോ വരും മണിക്കൂറിലോ കൂടുതൽ വ്യക്തത ഉണ്ടാകും. കാരണം വളരെയധികം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. ഈ ഉൾഫ ഭീകരർ ചൈനയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മ്യാൻമാറിലെ ഈ ഉൾഫ ക്യാമ്പുകൾ ഉടനീളം വലിയ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.